അരുണാചൽ പ്രദേശിലെ വിവിധ പ്രദേശങ്ങൾക്ക് സ്വന്തം നിലയിൽ പേരുകൾ നൽകുന്ന ചൈനയുടെ തന്ത്രത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകി ഇന്ത്യ തങ്ങളുടെ പരമാധികാരം കൂടുതൽ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന അതിർത്തി തർക്കം വീണ്ടും നയതന്ത്ര ചർച്ചകളിൽ സജീവമാവുകയാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ മാറ്റമില്ലാത്ത അവിഭാജ്യ ഘടകമാണെന്നും ഈ യാഥാർത്ഥ്യത്തിന് മാറ്റം വരുത്താൻ ചൈനയുടെ യാതൊരുവിധ വാദങ്ങൾക്കും കഴിയില്ലെന്നും ഇന്ത്യ കടുത്ത ഭാഷയിൽ വ്യക്തമാക്കി. ഇതിന് പിന്നാലെ അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിലവിൽ ശാന്തവും സമാധാനപരവുമാണെന്ന പ്രതികരണവുമായി ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. അതിർത്തി ഗ്രാമങ്ങൾക്കും നയതന്ത്ര കേന്ദ്രങ്ങൾക്കും ഇന്ത്യ ഔദ്യോഗികമായി മാനദണ്ഡ നാമകരണം നടത്തിയതും അതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും നടത്തുന്ന അവകാശവാദങ്ങളും വരും ദിവസങ്ങളിൽ ഏഷ്യയിലെ ഈ പ്രമുഖ ശക്തികൾ തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഏറെ ഉറ്റുനോക്കപ്പെടുന്ന വിഷയമാണ്. വർഷങ്ങളായി അരുണാചൽ പ്രദേശിനെ സൗത്ത് ടിബറ്റ് അല്ലെങ്കിൽ സാങ്നാൻ എന്ന് വിശേഷിപ്പിക്കുകയും ഇവിടുത്തെ മലനിരകൾക്കും നദികൾക്കും ഗ്രാമങ്ങൾക്കും സ്വന്തം നിലയിൽ ചൈനീസ് പേരുകൾ നൽകി വിജ്ഞാപനമിറക്കുകയും ചെയ്യുന്ന നയമാണ് ബെയ്ജിംഗ് സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭരണഘടനാപരവും ഭൂപടപരവുമായ തിരിച്ചടിയാണ് ഇന്ത്യ അടുത്തിടെ നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അരുണാചൽ പ്രദേശ് സർക്കാരുമായി ചേർന്ന് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ 27 പ്രദേശങ്ങൾക്ക് സർവേ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ സ്റ്റാൻഡേർഡ് പേരുകൾ നൽകി രേഖപ്പെടുത്തി. ഇതിൽ 21 ജനവാസ മേഖലകളും ഭൂപ്രദേശങ്ങളും ഡോല, റിസാല, പുക്കൂർല, താഗ്ല എന്നീ 4 തന്ത്രപ്രധാന ചുരങ്ങളും സംഭോ സരോവർ തടാകവും 1962 യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഭടന്റെ സ്മരണം നിലനിർത്തുന്ന ഷേർ ഇ ധാപ്പ സ്മാരകവും ഉൾപ്പെടുന്നു. ലോങ്ജു, മജ, ബിസ, ജയറാംപൂർ തുടങ്ങിയ തന്ത്രപ്രധാന ഗ്രാമങ്ങൾക്ക് ഔദ്യോഗികമായി ഭൂപടത്തിൽ നാമകരണം നൽകിയതിലൂടെ ചൈനയുടെ വ്യാജ അവകാശവാദങ്ങളുടെ നിയമപരമായ സാധുത പൂർണ്ണമായും റദ്ദാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഔദ്യോഗിക രേഖകളിലും ഗസറ്റുകളിലും കൃത്യത വരുത്തുന്നതിനോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിന് കീഴിലാണെന്ന വ്യക്തമായ ചിത്രമാണ് സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഭൂപടങ്ങൾ നൽകുന്നത്. ഇന്ത്യയുടെ ഈ നീക്കത്തിനെതിരെ നിയമവിരുദ്ധമെന്നും സാധുതയില്ലാത്തതെന്നും ആരോപിച്ച് ചൈന രംഗത്തെത്തിയെങ്കിലും അത് പൂർണ്ണമായും നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യവും വേർപെടുത്താനാകാത്തതുമായ ഭാഗമാണെന്ന് തെളിവുകൾ ആവശ്യമില്ലാത്ത യാഥാർത്ഥ്യമാണെന്നും ഓർമ്മിപ്പിച്ചു. ചൈനയുടെ ഇത്തരം അനാവശ്യ പ്രസ്താവനകൾക്കോ പേര് മാറ്റലുകൾക്കോ ഈ യാഥാർത്ഥ്യത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നും ഇന്ത്യ തുറന്നടിച്ചു. ഇതിനോടൊപ്പം അതിർത്തിയിലെ സമാധാനവും സുസ്ഥിരതയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനമെന്ന് ഇന്ത്യ ഊന്നി പറഞ്ഞു. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ പൂർണ്ണമായും അയവ് വരാതെ മറ്റു മേഖലകളിൽ സാധാരണ ബന്ധത്തിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ന്യൂഡൽഹി നൽകുന്നത്. വടക്ക് കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും പരമാധികാരം സംരക്ഷിക്കുന്നതിലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ലെന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത്. ഇന്ത്യയുടെ രൂക്ഷമായ മറുപടിക്ക് പിന്നാലെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയോകുൻ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്ത്യയുമായുള്ള അതിർത്തികളിലെ സ്ഥിതിഗതികൾ നിലവിൽ ശാന്തവും സുസ്ഥിരവുമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള അതിർത്തി മേഖലകളിൽ ചൈനീസ് സൈന്യം പടയൊരുക്കം ശക്തമാക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേരിട്ട് ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള ചാനലുകൾ വഴി ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ഓഗസ്റ്റ് ആദ്യവാരം ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന 36ാമത് അതിർത്തി കാര്യങ്ങൾക്കായുള്ള കൂടിയാലോചനയും ഏകോപന സമിതി യോഗത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. നയതന്ത്ര സൈനിക തലങ്ങളിലൂടെ ആശയവിനിമയം തുടരാനും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്ന് ചൈന വ്യക്തമാക്കുന്നു. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും അതിർത്തിയിലെ പരമാധികാര തർക്കങ്ങളിൽ കടുത്ത നിലപാട് തുടരുക എന്ന സമീപനമാണ് ബെയ്ജിംഗ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. കിഴക്കൻ മേഖലയിലെ ഇന്ത്യ ചൈന തർക്കത്തിന്റെ വേരുകൾ 1914 സിംല കരാറിലൂടെ നിലവിൽ വന്ന മക്മോഹൻ രേഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കരാറിനെ അംഗീകരിക്കാൻ മടിക്കുന്ന ചൈന അരുണാചൽ പ്രദേശിന്മേൽ നിരന്തരം അവകാശവാദം ഉന്നയിക്കാറുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തുന്ന വികസന കുതിപ്പ് ബെയ്ജിംഗിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതിർത്തിയിലെ തന്ത്രപ്രധാന പാതയായ സെലാ തുരങ്കം, ട്രാൻസ് അരുണാചൽ ഹൈവേ, അതിർത്തി ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്നിവ അതിർത്തിയിലെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും വേഗതയും വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഇതിനെ പ്രതിരോധിക്കാൻ അതിർത്തി ഗ്രാമങ്ങൾ അതിവേഗം നിർമ്മിച്ചും സൈനിക കേന്ദ്രങ്ങൾ നവീകരിച്ചും ഭൂപടത്തിൽ പേരുകൾ മാറ്റി എഴുതിയും ചൈന സമ്മർദ്ദം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ 27 കേന്ദ്രങ്ങൾക്ക് സ്വന്തം നിലയിൽ പേരുകൾ പ്രഖ്യാപിച്ച് വ്യക്തത വരുത്തിയത്. ഭൂപ്രദേശങ്ങളുടെ പരമ്പരാഗതവും ഭരണപരവുമായ പേരുകൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതിലൂടെ രാജ്യാന്തര തലത്തിൽ തങ്ങളുടെ അവകാശവാദങ്ങൾക്ക് കൂടുതൽ ഉറപ്പു നൽകാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കടുത്ത വിള്ളലുകൾ വീണിരുന്നു. നയതന്ത്ര സൈനിക
ചർച്ചകളിലൂടെ ചില മേഖലകളിൽ സൈന്യത്തെ പിൻവലിക്കാൻ സാധിച്ചെങ്കിലും കാർട്ടോഗ്രാഫിക് അഥവാ ഭൂപട നയതന്ത്രത്തിലൂടെ പരസ്പരം പ്രതിരോധിക്കുന്ന തന്ത്രമാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തുടരുന്നത്. ചൈനയുടെ ഏകപക്ഷീയമായ അധിനിവേശ നീക്കങ്ങളെ വാക്കാലുള്ള പ്രതിഷേധങ്ങളിൽ മാത്രം ഒതുക്കാതെ ഔദ്യോഗിക ഭരണപരമായ നടപടികളിലൂടെ നേരിടാൻ ഇന്ത്യ കാണിക്കുന്ന പക്വത ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭൗമ രാഷ്ട്രീയ മത്സരം പെട്ടെന്ന് അവസാനിക്കാനിടയില്ലെങ്കിലും അതിർത്തിയിലെ തർക്കങ്ങൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് കടക്കാതെ നിയന്ത്രിക്കേണ്ടത് മേഖലയിലെ സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. അതിർത്തി തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ നയതന്ത്ര ചാനലുകൾ തുറന്ന് പ്രവർത്തിക്കുകയും അതേസമയം തങ്ങളുടെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന ശക്തമായ സന്ദേശം നൽകുകയും ചെയ്യുന്ന നയതന്ത്ര സമീപനമാണ് ഇന്ത്യ നിലവിൽ തുടരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.